നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മളൊരു ആപ്പ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ശരിക്കും സ്ക്രീനിന്റെ പിന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്? അതൊരു മാജിക്കൊന്നുമല്ല കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ക്ലിക്കിന് പിന്നിലും ഒരു വലിയ ലോകം തന്നെയുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ ആ രഹസ്യലോകത്തിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോവാണ്. ഒരു കമാൻഡിന്റെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ ശരിക്കും എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അത് വെറുമൊരു തുടക്കം മാത്രമാണ്. ആ ഒരൊറ്റ ക്ലിക്ക് ഉണ്ടല്ലോ, അത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ളിൽ ഒരുപാട് സങ്കീർണമായ കാര്യങ്ങൾക്ക് തുടക്കമിടുന്നുണ്ട്. ഇതിന്റെ ഒരു കാതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്കാദ്യം രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം അറിയണം. ഒരു പ്രോഗ്രാമും പിന്നെ ഒരു പ്രോസസ്സും. ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മുടെ കയ്യിൽ ഒരു പാചക പുസ്തകമുണ്ടെന്ന് വിചാരിക്കുക. അതിലെ ആ റെസിപ്പി, അതാണ് പ്രോഗ്രാം. അതിവിടെ ക്വയറ്റായിട്ട് അനങ്ങാതെ ഇരിക്കുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ മാത്രം അല്ലേ? പക്ഷെ നമ്മൾ ആ റെസിപ്പിയും എടുത്ത് അടുക്കളയിൽ കയറി സാധനങ്ങളൊക്കെ ഇട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴോ ആ ആക്ഷൻ, ആ പ്രവർത്തിക്കുന്ന സജീവമായ കാര്യമില്ലേ, അതാണ് പ്രോസസ്സ്. ഇനി ഇതിന്റെ ഒരു ടെക്നിക്കൽ വശം നോക്കിയാ സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു മൾട്ടി പ്രോഗ്രാം സിസ്റ്റത്തിൽ, അതായത് ഒരേ സമയം ഒരുപാട് പ്രോഗ്രാമുകൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രോഗ്രാമിനെയും നമ്മൾ പ്രോസസ് എന്ന് വിളിക്കും. സിമ്പിൾ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രാം എന്ന് പറയുന്നത് നിശ്ചലമായ കോഡാണ്. പക്ഷെ പ്രോസസ്സോ, അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ജീവൻ കൊടുത്ത അതേ കോഡാണ്. ആ ഒരു വ്യത്യാസം ഓർത്തുവെച്ചാൽ മതി. ശരി, അപ്പൊ ഈ പ്രോസസ്സുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്ക് നോക്കാം. അതെ, കേട്ടത് ശരിയാണ്. പ്രോസസ്സുകൾക്ക് ഒരു ഫാമിലി ട്രീ തന്നെയുണ്ട്. അവയങ്ങനെ വെറുതെ ശൂന്യതയിൽ നിന്ന് പൊട്ടിമുളയ്ക്കല്ല ചെയ്യുന്നത്. ഓരോ പ്രോസസ്സിനും ഒരു തുടക്കമുണ്ട്, ഒരു ഉറവിടമുണ്ട്. ഇതിങ്ങനെയാണ്. നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് പാരന്റ് എന്ന് വിളിക്കാം. ഈ പാരന്റിന് പുതിയൊരു ജോലി ചെയ്യാൻ വേണ്ടി വേറൊരു പ്രോസസ്സിനെ ഉണ്ടാക്കാൻ പറ്റും. അതിനെ നമ്മൾ ചൈൽഡ് എന്നും വിളിക്കും. ഇനി ഈ ചൈൽഡിന് വേണമെങ്കിൽ സ്വന്തമായിട്ട് കുട്ടികളെ ഉണ്ടാക്കാം. അങ്ങനെ അതൊരു വലിയ മരം പോലെ ശാഖകളായി പിരിഞ്ഞു പിരിഞ്ഞു പോകും. ഒരു റിയൽ എക്സാമ്പിൾ നോക്കിയാലോ? ലിനക്സ് ഉപയോഗിക്കുന്നവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഒരു ലിനക്സ് കമ്പ്യൂട്ടർ നമ്മൾ ഓൺ ആക്കുമ്പോൾ ആദ്യം തന്നെ സിസ്റ്റം ഡി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സ്റ്റാർട്ടാവും. ഇതാണ് എല്ലാത്തിന്റെയും തുടക്കം. ഒരു ഗ്രേറ്റ് ഗ്രാൻഡ്ഫാദർ എന്നൊക്കെ പറയാം. എന്നിട്ടോ ഇത് SSHD പോലുള്ള കുട്ടികളെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ സിസ്റ്റത്തിലേക്ക് ലോഗിൻ ചെയ്യാനൊക്കെ ഇത് വേണം. നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ഈ SSHD നിങ്ങളുടെ ബാഷ് ഷെൽ, അതായത് കമാൻഡ് ലൈൻ തുടങ്ങും. ഇനി നിങ്ങൾ വിം എഡിറ്റർ പോലുള്ള ഒരു കമാൻഡ് റൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പോ ബാഷ് ഒരു പാരന്റ് ആവും, വിം അതിന്റെ ചൈൽഡും. കണ്ടില്ലേ, എല്ലാം ഒരു ചെയിൻ പോലെ കണക്റ്റഡ് ആണ്. അപ്പോ ഒരു ചോദ്യം, ഒരേ സമയം ഇങ്ങനെ നൂറുകണക്കിന് പ്രോസസ്സുകൾ ഓടുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിനെയൊക്കെ എങ്ങനെ തിരിച്ചറിയും? കൺഫ്യൂഷൻ ആവില്ലേ? ഇല്ല. അതിനാണ് PID അല്ലെങ്കിൽ പ്രോസസ് ഐഡന്റിഫയർ ഉള്ളത്. ഓരോ പ്രോസസ്സിനും അതിന് മാത്രമായിട്ട് ഒരു യുണീക്ക് നമ്പർ കൊടുക്കും. മറ്റൊന്നിനും ആ നമ്പർ ഉണ്ടാവില്ല. സിസ്റ്റത്തിനുള്ളിലെ ഒരു ഐഡന്റിറ്റി കാർഡ് പോലെ. ഒരു രസം എന്താണെന്ന് വെച്ചാൽ, ലിനക്സില് ഈ PID നമ്പർ 1 എപ്പോഴും ഒരാൾക്ക് വേണ്ടി റിസർവ്ഡ് ആണ്. ആർക്കാണെന്നറിയാമോ? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗ്രാൻഡ്ഫാദർ പ്രോസസ്സില്ലേ, സിസ്റ്റം ഡി, അതെ, അതിനാണ്. എല്ലാത്തിന്റെയും തുടക്കക്കാരൻ എന്ന നിലയിൽ ആ ഒരു പ്രത്യേക സ്ഥാനം എപ്പോഴും അതിനായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പ്രോസസ്സ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലായി. പക്ഷെ ഒന്നോർത്തേ, നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരേ സമയം നൂറുകണക്കിന് പ്രോസസ്സുകളാണിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ നഗരം പോലെ സങ്കല്പിച്ചു നോക്കൂ. നൂറുകണക്കിന് കാറുകൾ ഒരേ സമയം റോഡിലിറങ്ങിയാൽ എങ്ങനെയുണ്ടാവും? ഈ പ്രോസസ്സുകളുടെ നഗരത്തിൽ ട്രാഫിക് ജാമോ അപകടങ്ങളോ ഒന്നുമില്ലാതെ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത്? അതെ, നൂറുകണക്കിന് പ്രോസസ്സുകൾ. ഓരോന്നിനും CPUവിന്റെ സമയം വേണം, മെമ്മറി വേണം, സ്റ്റോറേജ് വേണം. എല്ലാത്തിനും വേണ്ടി ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത്. ഈ മത്സരം ഒരു വലിയ ബഹളമായി മാറാതിരിക്കാൻ ആരാണ് നോക്കുന്നത്? അവിടെയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സൂപ്പർ സിറ്റി മാനേജറെ പോലെ വരുന്നത്. അത് പറയും, നിനക്കിത്ര മെമ്മറി, നിനക്കിത്ര എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും അവരവരുടെ സ്ഥലം വേർതിരിച്ചു കൊടുക്കും. ഒരാളും മറ്റൊരാളുടെ സ്ഥലത്തേക്ക് കടന്നു കയറാൻ പാടില്ല. ഒരു പ്രോസസ്സ് CPUവിനെ മുഴുവനായിട്ട് കൈയടക്കി വെച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനും സമ്മതിക്കുകയില്ല. ചുരുക്കി പറഞ്ഞാൽ, കൃത്യമായ നിയമങ്ങളുണ്ടാക്കി എല്ലാവർക്കും വിഭവങ്ങൾ വീതിച്ചുകൊടുത്ത് ഈ നഗരം സുഗമമായി ഓടാൻ സഹായിക്കുന്നത് നമ്മുടെ OS ആണ്. ശരി,
ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം, ഇതൊക്കെ ഭയങ്കര ടെക്നിക്കൽ അല്ലേ? ഒരു പ്രോഗ്രാമർ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു സാധാരണ കമ്പ്യൂട്ടർ യൂസർ എന്ന നിലയിലോ ഞാൻ എന്തിനിതൊക്കെ അറിയണമെന്ന്? പക്ഷേ അതിന്റെ ഉത്തരം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഈ ഉദ്ധരണി പറയുന്നത് പോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയുന്നത് നല്ല കോഡ് എഴുതാൻ അത്യാവശ്യമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ എഴുതുന്ന ഏതൊരു കോഡും ഓടുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മുകളിലാണ്. അപ്പോൾ അതിന്റെ പ്രവർത്തനം അറിഞ്ഞിരുന്നാൽ നമ്മുടെ കോഡിനെ കൂടുതൽ വേഗതയുള്ളതും കാര്യക്ഷമതയുള്ളതും എന്തിന് കൂടുതൽ സുരക്ഷിതവുമാക്കാൻ നമുക്ക് പറ്റും. ഇതിലും ലളിതമായി പറഞ്ഞാല്, നിങ്ങളുടെ കമ്പ്യൂട്ടറോ ഫോണോ പെട്ടെന്നൊരു ദിവസം സ്ലോ ആവുന്നു, അല്ലെങ്കിൽ ഒരു ആപ്പ് ക്രാഷ് ആവുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ളിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പ്രശ്നം കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ചുരുക്കത്തിൽ ഈ അറിവ് നിങ്ങളെ ഒരു ബെറ്റർ യൂസറും ഒരു ബെറ്റർ പ്രോഗ്രാമറുമാക്കി മാറ്റും, തീർച്ച. അപ്പോ ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് ഒരു അവസാന ചോദ്യം. നിങ്ങളിപ്പോ ഇത് കാണുന്ന നിങ്ങളുടെ ഫോണിലോ ലാപ്ടോപ്പിലോ എത്ര പ്രോസസ്സുകൾ ഒരേ സമയം ഓടുന്നുണ്ടാവും? ഒരു 10 അതോ ഒരു 20? എന്താ തോന്നുന്നത്? ഉത്തരം കേട്ടാൽ നിങ്ങളൊരു പക്ഷെ ഞെട്ടും. അതിലും എത്രയോ കൂടുതലാണ്. അതെ, 100 കണക്കിന് പ്രോസസ്സുകൾ. ഓരോന്നും ഒരു ചെറിയ ജോലിക്കാരെ പോലെയാണ്. അവരെല്ലാം ഒരുമിച്ച് നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സൂപ്പർവൈസറുടെ കീഴിൽ പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾ കൊടുക്കുന്ന ഓരോ കമാൻഡും നിങ്ങൾ ചെയ്യുന്ന ഓരോ ക്ലിക്കും സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ആക്ഷനായി മാറുന്നത്. അപ്പോ ഇതാണ് ഒരു കമാൻഡിന്റെ രഹസ്യജീവിതം.